കേരയിൽ മുഖ്യമന്ത്രി കേൾക്കേണ്ടത് പൊതുജനത്തെ. കേരളിനെതിരെ സമൂഹത്തിന്റെ വിവിധ തുറകളിൽ നിന്ന് ഉയരുന്ന കടുത്ത പ്രതിഷേധങ്ങളെ അതിജീവിക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ കണ്ടെത്തിയ വഴിയാണ് പൗരപ്രമുഖന്മാരുമായി ചർച്ച നടത്തുക എന്നത്. ആദ്യമേ തന്നെ ഓർമ്മിപ്പിക്കട്ടെ, ജനാധിപത്യത്തിന്റെ കാഴ്ചപ്പാടിൽ പൗരപ്രമുഖന്മാർ ഇല്ല. എല്ലാവരും പൗരന്മാർ മാത്രം. അതാണ് ജനാധിപത്യം എന്ന മഹത്തായ സംവിധാനത്തിന്റെ ഏറ്റവും വലിയ മഹത്വം. അവിടെ വലിയവനും ചെറിയവനും തുല്യ അവകാശമാണ്, തുല്യ പരിഗണനയാണ്. സത്യത്തിൽ അങ്ങനെ ഇന്ന് സംഭവിക്കുന്നില്ലെങ്കിലും അങ്ങനെയുള്ള ഒരു മഹത്തായ സംവിധാനത്തിന്റെ ഭാഗമായ തെരഞ്ഞെടുപ്പ് പ്രക്രിയയിലൂടെ അധികാരത്തിലെത്തിയ മുഖ്യമന്ത്രിയാണ് പറയുന്നത് കേരള വിഷയം പൗരപ്രമുഖന്മാരുമായി ചർച്ച ചെയ്യുമെന്ന്. അങ്ങനെയെങ്കിൽ ആ കൂടിക്കാഴ്ചയ്ക്കുള്ള പൗരപ്രമുഖന്മാരെ തെരഞ്ഞെടുക്കുന്നതിന്റെ മാനദണ്ഡങ്ങൾ കൂടി പ്രഖ്യാപിക്കാൻ മുഖ്യമന്ത്രി ബാധ്യസ്ഥനാണ്. കാരണം ഭൗമികമായ എല്ലാ സമ്പത്തും അവകാശങ്ങളും സകല മനുഷ്യർക്കും തുല്യമായി വിതരണം ചെയ്യണം എന്നതാണല്ലോ കമ്മ്യൂണിസം മുന്നോട്ട് വയ്ക്കുന്ന തുല്യത എന്ന സങ്കല്പം. സങ്കല്പം എന്ന വാക്കുപയോഗിച്ചത് മനഃപൂർവ്വം തന്നെയാണ്. കാരണം അത് ഒരിക്കലും ഒരിടത്തും സംഭവിച്ചിട്ടില്ലല്ലോ. എന്തായാലും അടുത്ത കാലത്ത് കേരളീയർ കേട്ട ഏറ്റവും ജനാധിപത്യ വിരുദ്ധമായ പദമായിട്ട് തന്നെ വേണം ഈ പുതിയ പൗരപ്രമുഖർ എന്ന പ്രയോഗത്തെ കാണുവാൻ. ഇന്ത്യയിൽ നിലനിൽക്കുന്നത് ജനാധിപത്യമാണ്. അവിടെ ഭരണാധികാരികൾ കേൾക്കേണ്ടത് പൊതുജനത്തിന്റെ അഭിപ്രായമാണ്. കേരളിനെ കുറിച്ച് പൊതുജനങ്ങളുടെ അഭിപ്രായം എന്താണ് എന്ന് അറിയണമെങ്കിൽ സത്യസന്ധമായി ഒരു സർവേ നടത്തുക. പരസ്യമായി നടത്താൻ ബുദ്ധിമുട്ടാണെങ്കിൽ വിശ്വസ്തരായ ഏജൻസികളെ വെച്ച് രഹസ്യമായി നടത്തിയാലും മതി. അപ്പോൾ കേൾക്കാൻ കഴിയും ഭൂരിപക്ഷം പൊതുജനത്തിന്റെ അഭിപ്രായങ്ങളും ഒപ്പം അനേകരുടെ ഹൃദയങ്ങളുടെ വിങ്ങിപ്പൊട്ടലുകളും ആശങ്കകളും. തങ്ങളുടെ വീടും പറമ്പും കേരളിന് വേണ്ടിയെടുത്താൽ ആത്മഹത്യ ചെയ്യുമെന്ന് ഭീഷണിപ്പെടുത്തിയവരോടാണ് സർക്കാർ സംവദിക്കേണ്ടത്. ചിലരെ മാത്രം തെരഞ്ഞെടുത്ത് വിളിച്ചുള്ള ചർച്ചകൾ ജനങ്ങളുടെ വികാരമായിരിക്കില്ല എന്ന് തിരിച്ചറിയാനുള്ള വിവേകമെങ്കിലും മുഖ്യമന്ത്രി കാണിക്കണം. കേരള മുഖ്യമന്ത്രി കേരള വിഷയം ചർച്ച ചെയ്യേണ്ടത് ചുരുങ്ങിയത് 3 വേദികളിൽ എങ്കിലുമാണ്. ഒന്നാമത്തേത് ജനങ്ങളുടെ പ്രതിനിധികൾ സമ്മേളിക്കുന്ന നിയമസഭയിൽ, രണ്ടാമത്തേത് വിവിധ രാഷ്ട്രീയ സാമുദായിക നേതാക്കളുമായി, എല്ലാറ്റിനുമുപരി ഇതിന്റെ പേരിൽ കിടപ്പാടവും സമ്പത്തും നഷ്ടപ്പെടുന്ന പാവം മനുഷ്യരുമായി. കാരണം കേരളം ഇതുവരെ വിഭാവനം ചെയ്തതിൽ വെച്ച് ഏറ്റവും വലിയ പദ്ധതിയാണ്. ഒപ്പം തന്നെ ലക്ഷക്കണക്കിന് രൂപ കടം ഓരോ കേരളീയന്റെയും തലയിൽ വെക്കുന്ന പദ്ധതി. അത് ലാഭകരവും വിജയകരവും ആകുമോ എന്ന് അറിയാൻ ഓരോ കേരളീയനും അവകാശമുണ്ട്. അതുകൊണ്ട് പൊതുജനത്തിന്റെ അഭിപ്രായം പറയാൻ കഴിവുള്ളവരെ ഒഴിച്ചു നിർത്തിക്കൊണ്ട് മറ്റേത് പൗരപ്രമുഖനുമായി ചർച്ച നടത്തിയാലും പൊതുജനങ്ങളുടെ മനസ്സ് കാണാൻ സർക്കാരിന് സാധിക്കില്ല. അതിനാൽ പിടിവാശി വേണ്ടെന്ന് വെച്ച് മുഖ്യമന്ത്രി തെറ്റിദ്ധരുത്തുമെന്ന് തന്നെ പ്രതീക്ഷിക്കട്ടെ. കാരണം ഇത് ജനാധിപത്യത്തിന്റെ യുഗമാണ്, ഫ്യൂഡലിസത്തിൻ്റെതല്ല. ഇത് ഇന്ത്യ എന്ന മഹത്തായ ജനാധിപത്യ രാജ്യമാണ്. ഏകാധിപതി ഭരിക്കുന്ന വടക്കൻ കൊറിയല്ല.